ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ നമ്മുടെ സൈന്യത്തിൻ്റെ ശേഷി വീണ്ടും കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. സൈന്യത്തിൻ്റെ ശേഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമായും നമ്മൾ ആശ്രയിച്ചത് എയർഫോഴ്സിൻ്റെ കരുത്താണ് ഉപയോഗിച്ചത്, പിന്നെ മിസൈലുകളും. അപ്പോൾ നമ്മുടെ എയർഫോഴ്സിന് ഈ 42 സ്ക്വാഡ്രൺ വേണ്ടതിൽ 32 ഉള്ളൂ എന്നൊക്കെ നമ്മുടെ എയർ ചീഫ് മാർഷൽ പലതവണ പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പുതിയ സംവിധാനങ്ങളുണ്ടാക്കി അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ വിമാനങ്ങൾ ഉണ്ടായപ്പോഴല്ലോ, വിമാനങ്ങൾ ഉണ്ടാകാൻ പുതിയ റൺവേകൾ വേണം. റൺവേകൾ നിർമ്മിക്കുന്നതിനേക്കാളും എളുപ്പം റൺവേ ആക്കി ഉപയോഗിക്കാവുന്ന തരത്തിൽ നമ്മുടെ റോഡുകൾ മാറ്റിയാൽ മതി എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആലോചനയുണ്ട്. ചില റോഡുകളിൽ അങ്ങനെ മാറ്റി ഹൈവേ ഒക്കെ മാറ്റിയിട്ട് യുദ്ധവിമാനങ്ങൾ ഇറക്കിയിരുന്നു. പക്ഷേ ആ പദ്ധതി വ്യാപകമാക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അതെ, അതായത് 20 സ്ഥലങ്ങളിൽ നാഷണൽ ഹൈവേയിൽ യുദ്ധവിമാനങ്ങൾ അടിയന്തര ഘട്ടത്തിൽ യാത്രാവിമാനവും ഇറക്കാവുന്ന വിധത്തിൽ നമ്മുടെ ദേശീയ പാതകൾ ചില സ്ട്രെച്ചുകളിൽ മാറ്റിയെടുക്കുന്ന പദ്ധതി അത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം അസമിൽ ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു. അത് ചെയ്യുന്ന ഭാഗം സന്ദർശിക്കുമ്പോൾ ആണ് ശർമ്മ പറഞ്ഞത്. ഇത് ദിബ്രുഗഡ് നാഷണൽ ഹൈവേയിൽ ആണ് ഒക്ടോബർ ആകുമ്പോൾ ഈ പണി തീരും. എയർ സ്ട്രിപ്പ്, അതായത് മറ്റേ അടിയന്തര ഘട്ടങ്ങളിൽ ലാൻഡ് ചെയ്യുന്ന വിധത്തിലാണ്. എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ലാൻഡിങ്ങും വെർട്ടിക്കൽ ടേക്ക് ഓഫും ആയിരിക്കും എന്നർത്ഥം. ഇത് മൊറാൻ ദിബ്രുഗഡ് സ്ട്രെച്ചിലാണ് 4.2 കിലോമീറ്റർ. അത് ഏതാണ്ട് നമ്മൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഏതാണ്ട് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ആണെന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കും. അത്രയും ഭാഗത്തെ ഹൈവേ റൺവേ പോലെ ഉണ്ടാക്കും. 4.2 കിലോമീറ്റർ. അപ്പോൾ ദിബ്രുഗഡ് മൊറാൻ ഈ ഭാഗത്ത് നമ്മുടെ സുഖോയ് 30 റഫേലിനൊക്കെ ഇനി ദേശീയപാതയിൽ ഇറങ്ങാം ഇന്ത്യയിൽ. അങ്ങനെയാണ് നമ്മളുടെ 20 സ്ഥലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എയർഫോഴ്സിൻ്റെ മേൽനോട്ടത്തിലാണത് ചെയ്യുന്നത്. എയർഫോഴ്സിനും ഈ എയർ സ്ട്രിപ്പ് ബിൽഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ട്. ഇതിന് 33 മീറ്റർ വീതി ഉണ്ടാവും. 4.2 കിലോമീറ്റർ ദൂരത്തിൽ 33 മീറ്റർ വീതിയിലാണ് അത് ഉണ്ടാക്കുക. അപ്പോൾ ഇത് അസമിൽ ഇത് ചെയ്യുമ്പോൾ ഒക്ടോബറിൽ ഇത് തുറക്കുമ്പോൾ ജനങ്ങൾക്കിത് കാണാനായിട്ട് ഒരു എയർ ഷോ നടത്തുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് ഇത് കയറി കാണാനൊന്നും പറ്റില്ലല്ലോ, വാഹനങ്ങൾ പോകുന്നല്ലാതെ. അപ്പോൾ ദിബ്രുഗഡ് വിമാനത്താവളത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യാത്രാ വിമാനത്തിന് ഇറങ്ങാൻ പ്രയാസം വന്നാൽ ഈ നാഷണൽ ഹൈവേയിൽ വന്നിറങ്ങാൻ പറ്റും. അപ്പോൾ അസമിൽ വേറെ 2 സ്ഥലത്തും കൂടി ഈ എയർ സ്ട്രിപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലോവർ ആസാമിൽ, 2 നഗാവ് ലംഡിങ് ഹൈവേ, ആ 2 ഭാഗത്തും കൂടി ഇത് ചെയ്യുന്നുണ്ട്. വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ആദ്യത്തെ ഈ ദേശീയപാത വിമാന പദ്ധതിയാണിത്. അപ്പോൾ ഈസ്റ്റേൺ കിഴക്കൻ ആസാമിലാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്, പണിയൊക്കെ നടക്കുന്നത്. ദേശീയ സുരക്ഷ ലാക്കാക്കി, പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം ധാരാളം ഉണ്ടാകുന്നൊരു സ്ഥലമാണ് അസം. അപ്പോൾ ഈ മൊറോൺ ബൈപ്പാസിലെ ഈ സ്ഥലത്താണ് ശർമ്മ പോയി പത്രപ്രവർത്തകരോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. ഈ 2 വേറെ വരുന്നത് തിഹു ബറാമ, അത് പടിഞ്ഞാറൻ, അതായത് ലോവർ അസാം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ആസാം, അവിടെയാണ്. രണ്ടാമത്തത് മധ്യ ആസാം, അതാണ് നഗോൺ ലുംഡിങ് എന്ന് പറഞ്ഞ സ്ട്രെച്ചിൽ ദേശീയപാതയിൽ പണിയുന്നത്. NHIDCL നാഷണൽ ഹൈവേയുടെ തന്നെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് പണിതുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേയിൽ ഈ പ്രത്യേക ഗ്യാപ്പുകളിൽ ഹെലിപാഡുകളും പണിയുന്നുണ്ട് ഇന്ത്യ. അത് കിഴക്കൻ അല്ലെങ്കിൽ അപ്പർ ആസാമിൽ ചെയ്യുന്നുണ്ട് ഹെലിപാഡുകൾ. അത് വെള്ളപ്പൊക്കം വരുമ്പോൾ ലാൻഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഹെലിപാഡിന് ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്. ഇത് ആസാമിൽ NH2 നാഷണൽ ഹൈവേ 2 ആണ്. മൊറാനിൽ ജാദിയാനി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ റഫേലിനൊക്കെ ഇറങ്ങാവുന്ന സൗകര്യം ചെയ്യുന്നത്. മിഗ്, തേജസ്, ഹെർക്കുലിസ്, AN-32 ഇതൊക്കെ ഇറങ്ങാൻ പറ്റും.
ദിബ്രുഗഡ് ജില്ലയിലാണ് ഈ മൊറാൻ എന്ന് പറഞ്ഞ ഈ ഭാഗം. ഈ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ELF. ഈ ELF ഈ പോളോ ക്ലബിനും ഈ ഗദ്ഗാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പോളോ ക്ലബ്ബുണ്ട്, അതിനും തിലോയ് ജാനിനും ഇടയ്ക്കാണ് കൃത്യമായിട്ട് വരുന്നത്. അത് 11 കിലോമീറ്റർ 4 വരി പാത പുതിയതായിട്ട് പണിയുന്നുണ്ട്. ആ പുതിയതായിട്ട് പണിയുന്നതിൻ്റെ കൂടെയാണ് ഇത് ഈ വിമാനങ്ങൾക്ക് ഇറങ്ങാവുന്ന വിധത്തിൽ പരിഷ്കരിക്കുന്നത്. നാഷണൽ ഹൈവേ 2-ൽ 4.2 കിലോമീറ്റർ ഈ പോളോ ക്ലബിനും റാസി പത്തറിനും ഇടയ്ക്കാണ് വരുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി, പിന്നെ എയർഫോഴ്സിൻ്റെ എയർഫീൽഡ് കൺസ്ട്രക്ഷൻ ഡിവിഷൻ, എയർഫോഴ്സിൻ്റെ എയർഫീൽഡ് കൺസ്ട്രക്ഷൻ ഡിവിഷൻ, അവർ എല്ലാവരും കൂടിയാണ്. ഇവിടെ എയർ ട്രാഫിക് കൺട്രോളും ഒക്കെ ഉണ്ടാവും, ATC ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, വേലി കെട്ടി തിരിച്ചിട്ടും ഉണ്ടാവും. ആന്ധ്രയിൽ ഈ ബപ്താലയിലെ അഡൻകി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുണ്ട് ഇപ്പോൾ. അത് സുഖോയ് 30 ഹോക്ക് വിമാനങ്ങളൊക്കെ അവിടെ ലാൻഡ് ചെയ്ത് പരീക്ഷണങ്ങളൊക്കെ നടത്തിയതാണ് 2024 കഴിഞ്ഞ കൊല്ലം മാർച്ച് 18-ന്. അത് NH-16 AN-32 ഡോർണിയറൊക്കെ അവിടെ ഇറങ്ങി 2022 ഡിസംബർ 29-ന്. ഇത് രാജസ്ഥാനിലെ ബാർമർ, അവിടെ 4.1 കിലോമീറ്റർ 33 മീറ്റർ വീതി. അപ്പോൾ ഏതാണ്ടൊക്കെ കിലോമീറ്റർ കണക്കാണ്. ആദ്യം ഇറങ്ങിയത് 2021 സെപ്റ്റംബറിൽ NH-925 ഈ ബാർമറിൽ. അത് രാജ്നാഥ് സിംഗിനെയും ഗഡ്കരിയെയും വഹിച്ചുകൊണ്ടുള്ള വിമാനമാണ് അവിടെ ഇറങ്ങിയത്. ലക്നൗ ആഗ്ര ആ സ്ട്രെച്ചിൽ നാഷണൽ ഹൈവേയിലാണ് ഇത് ആദ്യമായിട്ട് പരീക്ഷണം നടത്തിയത് ഇന്ത്യ. NH-925-ൽ 3 കിലോമീറ്റർ. ഇത് മൊത്തം നമ്മൾ 20 സ്ഥലത്ത് ഇതിങ്ങനെ ചെയ്യുന്നതിന് 765.2 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. 3 ഹെലിപ്പാഡുകൾ കുന്ദൻപുര, ബക്കാസർ, സിംഘാനിയ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ട്. NH-295-ൽ സട്ട ഗന്ധർവ് എന്ന് പറഞ്ഞ മേഖലയിലും ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ 20 എണ്ണം റഫേലിന് വരെ ഇറങ്ങാവുന്ന വിധത്തിൽ. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ കാര്യത്തിൽ നമ്മൾ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ അടിസ്ഥാന സൗകര്യ വികസനമാണല്ലോ റോഡ് നിർമ്മാണത്തിലൂടെ ഗഡ്കരി ലക്ഷ്യമിടുന്നത്. അതിനെ പ്രതിരോധ വകുപ്പുമായി ക്ലബ്ബ് ചെയ്ത് അടിയന്തര ഘട്ടത്തിൽ വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ എയർ സ്ട്രിപ്പുകളായി വിമാനങ്ങൾക്ക് വന്നിറങ്ങാൻ പറ്റുന്ന റോഡുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമാണ്. ഇത് മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടത് ഈ കാലം അത്രയും UPA സർക്കാരിൻ്റെയൊക്കെ കാലത്ത് ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നമ്മൾ നല്ല റോഡുണ്ടാക്കില്ലായിരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ചൈനയെ പ്രകോപിക്കും. രണ്ടാമത്, ചൈന അതിലൂടെ ഇങ്ങോട്ട് കയറി വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൻ്റണി വരെയുള്ള പ്രതിരോധ മന്ത്രിമാർ ചൈനീസ് അതിർത്തിയിൽ നല്ല റോഡ് പോലും വേണ്ട എന്ന് പറഞ്ഞിരുന്നത്. അതിനുശേഷം മോദി സർക്കാർ വന്നതിന് ശേഷം നല്ല ഒന്നാന്തരം റോഡുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. മലകളൊക്കെ ഇടിച്ചു നിരത്തി തുരങ്കപ്പാതകൾ ഉണ്ടാക്കി. എന്നിട്ട് ചൈനയുടെ അതിർത്തിയിൽ നമ്മൾ നമ്മുടെ സൈന്യത്തെ കൊണ്ടങ്ങ് വിന്യസിച്ചു. ചൈനയ്ക്കൊരു പ്രകോപനവും ഉണ്ടായില്ല, ചൈന കയറി വന്നുമില്ല. അപ്പോൾ അതിനകത്ത് നിശ്ചയദാർഢ്യമാണ് വേണ്ടത്. അപ്പോൾ കോൺഗ്രസ് ചെയ്തൊരു ചതിയുണ്ട്. കോൺഗ്രസിന് ബന്ധമുള്ള ഒരു പരിസ്ഥിതി സംഘടന ചൈനീസ് അതിർത്തിയിൽ നമ്മൾ റോഡുണ്ടാക്കി അരുണാചലിൽ ബില്ല് കൊണ്ടു കൊടുത്തു. സുപ്രീം കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായിട്ട് പോയി. അങ്ങനെ അത് സ്റ്റേ ചെയ്തു. മലയിടിക്കുന്നു, കാട് വെട്ടുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും നരേന്ദ്രമോദിയും കൂടെ പങ്കെടുത്ത ഒരു പൊതുപരിപാടി വന്നു. പൊതുപരിപാടിയിൽ വെച്ച് മോദി ചീഫ് ജസ്റ്റിസ് കേൾക്കാൻ പ്രസംഗിച്ചു. നമ്മൾ നമ്മുടെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി വലിയ റോഡുകൾ, ഒരിക്കലും ഒരു തരത്തിലും തകരാത്ത മിലിറ്ററി ഫെസിലിറ്റിയുള്ള എന്ന് പറഞ്ഞാൽ അതേ ഉദ്ദേശം മിലിറ്ററി ഫെസിലിറ്റി, ടാങ്കുകൾക്ക് പോകാൻ പറ്റുന്നതും വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നതുമായ ഹൈവേകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കോടതികൾ അത് സ്റ്റേ ചെയ്യുകയാണ് എന്ന് ചീഫ് ജസ്റ്റിസിനെ ഇരുത്തിക്കൊണ്ട് മോദി പ്രസംഗിച്ചു. അതിന് ഫലമുണ്ടായി. പിറ്റേ ആഴ്ച ആ സ്റ്റേ സുപ്രീം കോടതി ഒഴിവാക്കി. അപ്പം അങ്ങനെ നമ്മൾ ഈ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് വളരെ ശക്തമായി പറയുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ആരെയും ഭയക്കാതെ ചെയ്യുകയും ചെയ്യുന്ന ഒരു സർക്കാർ നമുക്കുണ്ട്. അരുണാചലിലൊക്കെ ചൈനയുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ടാണ്. മുമ്പ് ജയിലിൽ കിടന്ന ഒരുത്തനാണ് അവിടെ ഈ പരിസ്ഥിതി മൗലികവാദി സംഘടനകളുടെ നേതാവ്.
വേറെ കാര്യങ്ങൾക്ക് ഈ ഡ്രഗിൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ പിടിച്ച് ജയിലിലിട്ടിരുന്ന ഒരുത്തനാണ് അതിൻ്റെയൊക്കെ നേതാവ്. അപ്പോൾ ചൈന ഇങ്ങനെ പല ആളുകൾക്കും പൈസ കൊടുത്തിട്ട് അവരവിടെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് പണിയുന്നു. നമ്മളിവിടെ പണിയുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ മൗലികവാദികൾ കേസ് കൊടുക്കും. അതെ, അങ്ങനെയാണ് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.